ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തല അജിത്തിന്റെ നെക്സ്റ്റ് സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്, ഗുഡ് ബാഡ് അഗ്ലി. ആ ഒരു പേര് നമുക്ക് തമിഴ് സിനിമയിൽ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ആക്ടർ എന്ന് പറയുന്നത്, ഹീറോ എന്ന് പറയുന്നത് തല അജിത്ത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പുള്ളിയുടെ ഇതുവരെ കണ്ട കുറെ സിനിമകളുമായിട്ട് തന്നെ ആ പേര് തന്നെ ഒരു നമുക്ക് മാച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ സിനിമ ഈ പറഞ്ഞിട്ട് ഒരു ആവറേജ് ഹിറ്റിലേക്കാണ് മാറിയത്, ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പം അതെനിക്കൊരു സ്ലോ പേസ് ആക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഭാഷയുടെ ഈ അസർബൈജാനിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഭാഷയുടെ ചെറിയ ഇഷ്യൂസും ഒക്കെ തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മാസ് ആക്ഷൻ പടം തന്നെ ആയിരിക്കും. അപ്പം നമ്മളും അജിത്തിന്റെ ആരാധകരാണെങ്കിലും എല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മാസ് ആക്ഷൻ പടം കാണാൻ തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് തൃശ്ശയാണ് നായികയായിട്ട് വരുന്നത്. നമുക്ക് ആ ടീസർ കണ്ടു നോക്കാം. ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ அவனே பிரேக் பண்ணிட்டு வந்திருக்கானா, அவன் மூச்சிலேயே முடிச்சிருவான். நாம எவ்வளவுதான் கூட்டா இருந்தாலும் இந்த உலகம் நம்ம பேட் ஆக்குது. வாழ்க்கையில் என்னெல்லாம் பண்ணக்கூடாதோ சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. തല അജിത്ത് ഫാൻസുകാർക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്ന ആ ഒരു ടീസറിനകത്ത് ഭയങ്കര എന്ന് വെച്ചാൽ ഇല്ല നമുക്ക് ആ ഒരു അജിത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് രീതി, പ്രസന്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പുള്ളിയുടെ ലുക്ക് തന്നെ ആണെങ്കിലും ഇതിനകത്ത് ഒരുപാട് നാളേഷം വന്നു. ഫുള്ള് മുടി കറുപ്പിച്ചിട്ടുള്ള ലുക്കൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സാൾട്ടൺ പേപ്പർ ഹെയർ സ്റ്റൈൽ ഒരു ട്രെൻഡ് കൊണ്ടുവന്നെ നമ്മുടെ തലയാണ്. അദ്ദേഹത്തിന്റെ ഈ ബ്ലാക്ക് ഹെയർ ഫുള്ള് വരണമെന്ന് ഇല്ല, അങ്ങനെ കാണാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് പൊളിച്ചു കേട്ടോ, നമ്മൾ ഇങ്ങനൊരു സംഭവം വിചാരിച്ചില്ല. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ തന്നെ ആ കോസ്റ്റ്യൂം തന്നെയുണ്ട്, ഫുള്ള് കളർഫുള്ളായിട്ട്. നമ്മുടെ ഇല്ല ജയിലറിനകത്ത് ലാലേട്ടനൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ്, അങ്ങനെ ഒരു പേട്ട സാധനം എന്ന് പറഞ്ഞാൽ പേട്ട സാധനം തന്നെയായിരുന്നു. ഇത് എനിക്കൊന്ന് ഈ ഫാൻസിന് വേണ്ടി മാത്രമുള്ള പടമാകാൻ ചാൻസ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ഷനൊക്കെ കാണിക്കുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അതിനകത്ത് ആ ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന സീനും ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ, അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ടീസറിൽ തന്നെ ഈ ടീസറിന്റെ തന്നെ സംഭവം ഒരു ചെറിയ സ്റ്റോറി വെച്ചുണ്ടാക്കി തന്നെ പടം ബ്ലോക്ക് ബസ്റ്റർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്കും കിടിലാണ്. പിന്നെ ജീവിയുടെ ജീവിയാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അറിയാം ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ ഒരു ബോളിവുഡ് പടത്തിലുള്ള ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് പുള്ളിയുടെ മ്യൂസിക്കിൽ എന്തുവായാലും കാണുമെന്നായിരിക്കും ഉറപ്പാണ്. അപ്പം ഏപ്രിൽ 10-നാണ്. അപ്പം അജിത്ത് ഫാൻസുകാർക്ക് ഒരു കൊണ്ടാട്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.